എന്തൊക്കെയായാലും ശരി, സന്ധ്യയുടെ കാര്യത്തിൽ തീരുമാനം എടുത്തേ പറ്റൂ. ഇപ്പൊ എന്താ സംഭവിച്ചത്? വീട്ടു തടങ്കലിലാണെന്ന് വരെ വേണമെങ്കിൽ പറയാം. ഒരു സ്ഥലത്തേക്കും വിടുന്നില്ല. പാട്ടും ഡാൻസ് പഠിത്തം ഒക്കെ നിന്നു. ഫോൺ അറ്റൻഡ് ചെയ്യാൻ വരെ സമ്മതിക്കുന്നില്ല. അവളെയും ബൈക്കിന്റെ പുറകിലിരുത്തി പട്ടണ പ്രദർശനം നടത്തുമ്പോ ആലോചിക്കണമായിരുന്നു. ഇപ്പൊ അനുഭവിച്ചോ? ഇപ്പൊ എങ്ങനെയാ സന്ധ്യ ഒന്ന് കാണുക? ബുദ്ധിമുട്ടാണ്. അവന്മാരവിടെ ഇല്ലേ? എടാ, എന്തെങ്കിലും കാര്യമില്ലാതെ സന്ധ്യ എതിരെടുത്ത് പറഞ്ഞയക്കില്ല. എന്താണ് ഒരു വഴി? വഴിയുണ്ട്. ആരാ? ഹലോ സർ, ഞങ്ങൾ കേരള നാട് പത്രത്തിന്റെ റിപ്പോർട്ടേഴ്സ് ആണ്. ഐ എം ജുബൈൽ ലാബ്രഡോർ. ഇത് മിസ് ജിഞ്ചിലി ജിലി. ഹലോ, ഞങ്ങളൊരു ഹാപ്പി ന്യൂസ് അറിയിക്കാൻ വന്നതാണ്. മിസ് സന്ധ്യ ചെറിയാന് യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയിരിക്കുന്നു. Really? സന്ധ്യ, സന്ധ്യ, പ്ലീസ് കം മിസ്റ്റർ ജുബൈൽ, പ്ലീസ്. താങ്ക് യു. ഈ റാങ്ക് കിട്ടിയ വിവരം കേരള നാട് തന്നെ ആദ്യം അറിയിക്കണമെന്ന് ഞങ്ങൾക്ക് വളരെ നിർബന്ധമുണ്ടായിരുന്നു. വി വെർ വെരി പർട്ടിക്കുലർ. കുഷനിലെ ഞങ്ങൾക്ക് മിസ് സന്ധ്യ ഒന്ന് ഇന്റർവ്യൂ ചെയ്യണം. ഡെഫിനറ്റ്ലി. മോളെ, ഈ വർഷത്തെ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്ക് നിനക്കാണെന്ന്. ഓ, ഫസ്റ്റ് റാങ്ക് കിട്ടിയോ? താങ്ക് യു. അച്ചായ, ഞാൻ സെക്കൻഡ് പ്രതീക്ഷിച്ചുള്ളൂ. എക്സ്ക്യൂസ് മീ. ആരാ? വരൂ. ഞാൻ പല പ്രാവശ്യം ഫോണിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ ഫോൺ ഔട്ട് ഓഫ് ഓർഡർ ആയിരുന്നു. എനിവേ, ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ് മിസ് സന്ധ്യ ചെറിയാൻ. ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. I am M.M. Thorapanangadi, double M.A. M.J. Assistant Editor, Kerala Herald Daily. Sorry, എനിക്ക് ഒട്ടും സമയമില്ല. ഒരു 5 മിനിറ്റ് എനിക്ക് തരണം. മിസ് സന്ധ്യ ഒന്ന് ഇന്റർവ്യൂ ചെയ്യും. No, this is സന്ധ്യ ചെറിയാൻ. I am sorry, സന്ധ്യ. മിസ്റ്റർ തൊരപ്പൻ, തിരക്ക് ഞങ്ങൾക്കുണ്ട്. ഞങ്ങളാണ് ആദ്യം വന്നത്. കേരള നാട് ഇന്റർവ്യൂവിന് ശേഷം മതി ഹെറാൾഡോ അംബാസഡറും ഒക്കെ. ചിരിക്കല്ലേ. നിങ്ങളല്ല അത് തീരുമാനിക്കേണ്ടത്. മിസ് സന്ധ്യയാണ്. എങ്കിൽ സന്ധ്യ പറയട്ടെ. അല്ല, ഞാനിപ്പോ എന്താ പറയാ? തർക്കം വേണ്ട, നമുക്ക് നറുക്കിടാം. That's a good idea, Miss Jinjali. Let me take a piece of paper. Kerala, do. Kerala. Let us try our fortunes. Okay. This time, Kerala. All right. Herald. Okay. Hold this. Lord. Take one. Read loudly. കേരള ഹെറാൾഡ്. Oh God. Thank God. Sorry, sir. എനിക്ക് ഇവരുടെ മുമ്പിൽ വെച്ച് ഇന്റർവ്യൂ ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. ഇവരുടെ സ്റ്റൈൽ കോപ്പി ചെയ്യും. ഓക്കെ സന്ധ്യ, നമുക്ക് അല്പം പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കണം. അച്ചായ. ഓക്കെ, carry on. അവരെ പിണക്കണ്ട, അതൊരു തുക്കട മഞ്ഞ പത്രമാണ്. അറിയല്ലേ? ആരെന്തൊക്കെ സ്വകാര്യ ഇന്റർവ്യൂ എടുത്താലും ഞങ്ങളുടെ കേരള നാട് കവർ ചെയ്യുന്ന മാതിരി വരില്ല. വൈറ്റ് കവറേജ്, വൈറ്റ് ക്യാൻവാസ്, എക്സലന്റ് ഫോട്ടോഗ്രാഫി അല്ലേ മിസ് ജിഞ്ചലി? ബൈ സാർ എന്ത് ചെയ്യുന്നു? എന്താ നോക്കുന്നത്? ഒരു പെൻ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ. ഓടിക്കോ. എന്തിനും പരിഹാരം ഉണ്ടാക്കാം. കാര്യം സമാധാനത്തിൽ ഓടിക്കോ. നിങ്ങളവിടെ റാസ്കൽ. സന്ധ്യ. എന്താണ് ആദ്യം പോലെ നോക്ക്. വാടാ. എന്താടാ വല്ലായിരിക്കുന്നത്? എന്തു പറ്റി? എല്ലാം പോയടാ. മല്ലികയുടെ വിവാഹത്തിന് വേണ്ടി ഒരുക്കിയിരുന്ന സ്വർണം മുഴുവൻ കള്ളന്മാര് കൊണ്ടുപോയി. പോലീസിൽ അറിയിച്ചില്ലേ? അറിയിച്ചു. അവര് വന്നെന്തൊക്കെയോ കുത്തിക്കുറിച്ചു പോയി. 15 പവൻ തയ്ക്കാനായി ഞാൻ പാടുപെടുകയായിരുന്നു. നീ വിഷമിക്കാതിരിക്കെ. പറഞ്ഞ തീയതിക്ക് എന്നെ വിവാഹം നടത്താമെന്ന് ഞാൻ അമ്മയ്ക്ക് വാക്ക് കൊടുത്തിരുന്നതാ. ഈ വിവാഹം നടന്നില്ലെങ്കിൽ ആകെ നടക്കിടാവും. നീ ഒന്ന് സമാധാനമായിരിക്കെ. മല്ലികയുടെ വിവാഹം നടക്കും. എങ്ങനെ നടക്കുന്ന നീ പറയുന്നത്? എങ്ങനെയെങ്കിലും നടക്കും. നമുക്ക് നടക്കുമെന്ന് തന്നെ വിചാരിക്കാം. ഉണ്ണി ഇങ്ങനെ വിഷമിക്കാതിരുന്നാ മതി. ഈ സംഭവത്തിന് ശേഷം അമ്മ ആകെ തകർന്നിരിക്കുകയാണ്. എന്താന്നറിയില്ല, നമ്മുടെ രണ്ടുപേരുടെയും സമയം തീരെ മോശാന്ന് തോന്നുന്നു. 1 മാസത്തിനുള്ളിൽ അമ്മയ്ക്ക് ട്രാൻസ്ഫർ ഉണ്ടാവും അത്രേ, കോഴിക്കോട്ടേക്ക്.
ആ കാര്യോർത്ത് വിഷമിച്ചിരിക്കുമ്പോഴാ ഉണ്ണിയുടെ വീട്ടിൽ മോഷണം നടന്ന വിവരം അറിഞ്ഞത്. എൻ്റെ എല്ലാ കാര്യങ്ങളും ലതയോട് തുറന്നു പറയുമ്പോഴാണ് അല്പമെങ്കിലും ആശ്വാസം കിട്ടിയിരുന്നത്. ഉണ്ണി പേടിക്കണ്ട, അമ്മയോടൊപ്പം ഞാൻ പോകുന്നില്ല കേട്ടോ. ഞാനിവിടെ ഏതെങ്കിലും ഹോസ്റ്റലിൽ താമസിക്കാന്ന് വിചാരിക്കുക. എടാ ആ പാവം അവിടെ കൊണ്ടുവച്ചിട്ട് അത് അവിടെ തന്നെ ഉണ്ടോ? നമ്മൾ ആരും അവിടെ ചെന്നൊന്നും നോക്കിയില്ലല്ലോ. പാവ അവിടെ ഉള്ള പോലും നമ്മൾ 6 പേർക്കുള്ള വേറെ ഒരു കുഞ്ഞിനും അറിഞ്ഞൂടാ. പിന്നെ എന്തോ അത്ര നോക്കാൻ. എടാ, ഉണ്ണിയുടെ സഹോദരിയുടെ കല്യാണം അടുത്ത് വരികയല്ലേ, നമ്മൾ എന്തെങ്കിലും സഹായിക്കണ്ടേ? ഈ മാസം 1-2 പ്രോഗ്രാം കൂടെ കിട്ടിയിരുന്നെങ്കിൽ അച്ഛനോട് പറഞ്ഞിട്ട് ആ കാശ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ. അച്ഛനോട് അത് പറയാതെ കുഴപ്പമുള്ളൂ. അച്ഛൻ നമ്മളെ പിഴയാ നടക്കുകയാണ്. അത് ശരിയാ. ദോരിക്കുന്ന ആളെ കണ്ട നമ്മളെ തന്നെയാ നോക്കുന്നത്. വെള്ള ഷൂസും വെള്ള പാന്റ് അന്ന് നമ്മൾ അവിടെ കണ്ട ആളാടാ. അയാളുടെ വയസ്സ് നോക്കിക്കടാ. ഹിന്ദിക്കാരനാടാ. ഇയാളാടാ അന്ന് ഹിന്ദിയിൽ ആരോ വഴക്ക് പറഞ്ഞു കേട്ടത്. അയാൾ നമ്മളെ തന്നെയാണ് നോക്കുന്നത്. ഇനി ഇവിടെ ഇരിക്കുന്നത് ശരിയല്ല. എടാ അത് തന്നെയാടാ അതിർവായി. പോയി കൈയ്യഴ. ഹലോ, ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം. കുറെ നാളായല്ലോ നമ്മൾ കണ്ടിട്ട്. ഞാൻ ഇതിനിടയിൽ ഫോൺ ചെയ്തിരുന്നു. സ്ഥലത്തില്ലായിരുന്നു അല്ലേ? അമ്മ കൊച്ചു കുട്ടികളെ പോലെ ആയാലോ. ഈ മരുന്ന് കുടിച്ചേ. എനിക്കൊന്നും വേണ്ട മോളെ. ദൈവമേ, എന്റെ മോളുടെ ഗതി ഇങ്ങനെയായല്ലോ. എനിക്കൊരു ദുഃഖവുമില്ല. അമ്മ മനസ്സ് വിഷമിച്ചൊന്നും വരുത്തി വെക്കണ്ട. എന്താ, മരുന്ന് കഴിക്കുന്നില്ലേ? അമ്മ ഇങ്ങനെ കിടന്നതുകൊണ്ട് പോയതൊക്കെ തിരിച്ചു കിട്ടുമോ? പോലീസ് അന്വേഷിക്കുന്നുണ്ട്. മക്കളുടെ വിവാഹം കഴിഞ്ഞ് കാണാനുള്ള ഭാഗ്യം നിന്റെ അച്ഛനുണ്ടായില്ല. എനിക്കും അത് കണ്ട് കണ്ണടയ്ക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. മരിക്കുന്നതിന് മുൻപ് എനിക്കതെന്റെ മോൻ സാധിച്ചു തരുമോ? അമ്മയ്ക്കറിയോ, ജനങ്ങളുടെ മുമ്പിൽ ഗോഷ്ഠി കാണിച്ച് നടക്കുമ്പോഴും എൻ്റെ ഉള്ളിലൊരു തേങ്ങലുണ്ട്. അതെൻ്റെ സഹോദരികളെ കുറിച്ച് ഓർത്ത് മാത്രമാണ്. അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. പറഞ്ഞ തീയതിക്ക് എന്നെ മല്ലികയുടെ വിവാഹം നടക്കും. ഞാൻ നടത്തും.